പരിശുദ്ധമായ ബറാഅത്തിൻ്റെ രാവിതാ കടന്നു വരികയാണ്. 2 ദിവസം കൂടെ ആയിക്കഴിഞ്ഞാൽ ബറാഅത്ത് രാവിലേക്ക് നമ്മൾ കാലു വെക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ചെറിയ വിഷയങ്ങളൊന്നും മനസ്സിലാക്കണം. ബറാഅത്ത് രാവ് കടന്നു വരുമ്പോൾ എന്തൊക്കെയാണ് നാം ഒരു തയ്യാറെടുപ്പ് ചെയ്യേണ്ടത്? ബറാഅത്ത് രാവ് വരുമ്പോൾ എന്തൊക്കെയാണ് നാം ഓതേണ്ടത്, ചൊല്ലേണ്ടത്? ബറാഅത്ത് രാവ് വരുമ്പോൾ എങ്ങനെയാണ് ആ രാവിനെ സ്വീകരിക്കേണ്ടത്? ബറാഅത്ത് രാവ് നഷ്ടപ്പെട്ടു പോകുന്നത് ആർക്കാണ്? ബറാഅത്ത് രാവ് പരിഗണിക്കാതിരുന്നാൽ കിട്ടുന്ന ദോഷം, നഷ്ടം അല്ലെങ്കിൽ ഖേദം അതെന്താണ്? ഇതൊന്നും നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടില്ല എങ്കിൽ ഈ വർഷത്തെ ബറാഅത്ത് നമ്മളുടെ കൈവിട്ടു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാട്ടെ. എങ്ങനെയാണ് ആ പവിത്രമായ രാത്രിയെ സ്വീകരിക്കേണ്ടത് എന്നും എന്തൊക്കെയാണ് നമ്മൾ തയ്യാറെടുപ്പ് ചെയ്യേണ്ടത് എന്നും ഇന്നത്തെ വീഡിയോയിൽ ചുരുങ്ങിയ രൂപത്തിലൊന്ന് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ദീർഘമായ വീഡിയോ അല്ല, ചുരുങ്ങിയ രൂപത്തിൽ ബറാഅത്തിൻ്റെ ശ്രേഷ്ഠത കേൾക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീഡിയോ മുഴുവനും കേൾക്കണേ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم والكتاب المبين. إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم. صدق الله العظيم. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ഒരു രാത്രിയുണ്ട്. വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ രാത്രി ഏതാണ്? ലൈലത്തുൻ മുബാറക്കത്തുൻ. ലൈലത്തുൻ മുബാറക്ക. ആ രാത്രി ഏതാ? ബറക്കത്താക്കപ്പെട്ട രാത്രിയാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങളൊക്കെ വിശദീകരിച്ചത് കാണാം. അത് പവിത്രമായ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിൻ്റെ പകുതിയുടെ രാത്രി, അതായത് ബറാഅത്ത് രാവാണ് എന്ന്. അള്ളാഹു ആ രാത്രിയിലേക്ക് ചേർത്തു തരട്ടെ. ഒരുപാട് അമലുകൾക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താണ് ആ രാത്രിയുടെ പ്രത്യേകത? ബറാഅത്ത് രാവ് ബ്രാത്ത് രാവല്ല കേട്ടോ. പലപ്പോഴും നമ്മുടെ ഉമ്മമാർ പഴയ കാരണവന്മാരൊക്കെ ബ്രാത്ത് രാവ് എന്ന് പറയും. ബ്രാത്ത് രാവല്ല, ബറാഅത്ത് രാവാണ്. ബറാഅത്ത് എന്ന് പറയുന്നത് എന്താ? മോചനം ലഭിക്കൽ. മോചനം എന്തിൽ നിന്നൊക്കെയുള്ള മോചനം? നരകത്തിൽ നിന്നുള്ള മോചനം, പാപത്തിൽ നിന്നുള്ള മോചനം, അദാബിൽ നിന്നുള്ള മോചനം, അപകടങ്ങളിൽ നിന്നുള്ള മോചനം, ഇങ്ങനെ ഒരുപാട് മോചനങ്ങൾ നൽകപ്പെടുന്ന രാത്രിയാണ് ബറാഅത്ത് രാവ്, ലൈലത്തുൽ ബറാഅ. ഞാനൊരു ചെറിയ മഹത്വം പറഞ്ഞു തരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനോട് ഈ പവിത്രമായ രാത്രിയിൽ പൊറുക്കലിനെ തേടിയാൽ, അള്ളാഹുവേ എനിക്ക് നീ ഒന്ന് മാപ്പ് നൽകണേ അല്ലാഹ്, എനിക്ക് നീ ഒന്ന് പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ പാപങ്ങളെയും അള്ളാഹു കരിച്ചു കളയുന്ന, മായ്ച്ചു കളയുന്ന രാത്രിയാണ്, ഇല്ലാതെയാക്കി കളയുന്ന രാത്രി. ഇനി നബി തങ്ങൾ ചേർത്തു പറഞ്ഞൊരു ഹദീസ് കാണാം. കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് നരകത്തിൽ നിന്നും മോചനം നൽകുന്ന രാത്രിയാണ് ബറാഅത്ത് രാവ്. കൽബ് ഗോത്രം എന്ന് പറഞ്ഞാൽ അന്ന് അറേബ്യയിലെ ഏറ്റവും വലിയ ആട് വളർത്തുന്ന ഗോത്രമാണ്, ആട് കൃഷി ചെയ്യുന്ന ഗോത്രം. കണ്ണെത്താ ദൂരം, നോക്കത്താ ദൂരത്തേക്ക് ആടുകൾ പരന്നൊഴുകുന്ന അത്ര വലിയ ആട് സമ്പന്നതയുള്ള ആ ഒരു കൽബ് ഗോത്രം. ആ ഗോത്രത്തിലെ ആടുകളുടെ എണ്ണത്തിനനുസരിച്ചല്ല, മറിച്ച് ആടുകളുടെ ശരീരത്തിലെ രോമത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച്. ഓരോ രോമം, ഒരു ആടിൻ്റെ ശരീരത്തിന് എത്ര കോടി രോമം ഉണ്ടാവും, അത്രയും ആ കോടാനുകോടി വരുന്ന ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന രാത്രിയാണ് ബറാഅത്ത് രാവ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ രാത്രി ആർക്കെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഞാൻ ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോ പറയാൻ കാരണം, ഈ ഒരു വിഷയം പറയാൻ കാരണം, വരുന്ന അടുത്ത ദിവസം, ഇനി നാളെ തിങ്കളാഴ്ചയാണ് നാളെ വരുന്നത്. തിങ്കളാഴ്ച രാത്രിയായാൽ ബറാഅത്ത് രാവാണ്. നാളത്തെ രാത്രി ബറാഅത്ത് രാവാണ്. അപ്പോൾ ഇന്നേ നമ്മളൊന്ന് ഒരുങ്ങിത്തയ്യാറായിരിക്കുക ആ രാത്രിയെ സ്വീകരിക്കാൻ. നമ്മുടെ വീട് വൃത്തിയാക്കണം ഇല്ലേ? നമ്മൾ പണ്ടൊക്കെ നനച്ചുകുളി എന്ന് പറയുന്ന സംഗതി ഉണ്ടായി. റമദാൻ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ റമദാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അത് മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ ചെയ്തിരുന്നത് പരിശുദ്ധമായ ബറാഅത്ത് രാവ് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ എന്ത് ചെയ്യണം? ഇന്ന് ഒരു ഞായറാഴ്ച ദിവസം കൂടിയല്ലേ,
ഒഴിവുള്ള ദിവസമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മുടെ കുട്ടികളെയും നമ്മുടെ വീട്ടുകാരെല്ലാവരും ചേർത്തിട്ട് വീടൊക്കെ ഒന്ന് അടിച്ചു തുറച്ച് വൃത്തിയാക്കി നല്ല ക്ലീനാക്കി വെക്കുക. കാരണം എന്തേ, നാളത്തെ രാത്രിയെ പരിഗണിക്കലാണ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരിക്കൽ മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാ, ഹബീബായ നബി തങ്ങൾ ഒരു രാത്രി കാണാനില്ല. എൻ്റെ കൂടെ കിടന്നുറങ്ങിയ മുത്തുനബിയെ രാത്രി എഴുന്നേറ്റ് നോക്കിയപ്പോൾ മുത്തുനബി തങ്ങൾ ആ ബെഡിലില്ല. ഞാനൊന്നിങ്ങനെ കിടക്ക പരതി നോക്കി. ഹബീബായ നബി തങ്ങൾ എന്നെ വിട്ടടുത്ത ഭാര്യയുടെ അരികിലേക്ക് പോയോ എന്ന് സംശയിച്ചു. പുറത്തിറങ്ങി നോക്കി. അതാ അങ്ങകലെ ജന്നത്തുൽ ബഖീഇൽ, ആ ജന്നത്തുൽ ബഖീഇൽ ഒരു നിഴൽ ഇങ്ങനെ കാണുകയാണ്. അടുത്ത് നോക്കിയപ്പോൾ മുത്തുനബി തങ്ങളാണ്. പെട്ടെന്ന് തന്നെ ആയിഷ ബീവി തിരിച്ചു വന്ന് കിടക്കയിൽ കിടന്നു. ഹബീബായ നബി തങ്ങൾ കുറച്ചു കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നു. എന്നാൽ ആയിഷ ബീവിയുടെ ഓട്ടത്തിൻ്റെ ആ കിതപ്പ് മുത്തുനബി തങ്ങൾ മനസ്സിലാക്കിയിട്ട് ചോദിച്ചു, ആയിഷ എന്തേ എന്നെ സംശയിച്ചു പോയോ ആയിഷ? ഹബീബായ നബി തങ്ങൾ ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, ആയിഷ ഇന്നത്തെ രാത്രി ഏതാണെന്നറിയുമോ? ഈ രാത്രി ഏതാണെന്നറിയുമോ? ഈ പവിത്രമായ ദിവസം ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം, എൻ്റെയും നിങ്ങളുടെയും എല്ലാ കാര്യങ്ങളെയും നിർണ്ണയിക്കുന്ന രാത്രിയാണ്. എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കുന്ന രാത്രി. അപ്പോൾ അതുകൊണ്ട് ഈ രാത്രിയെ പ്രത്യേകം ഗൗനിക്കണം. ഖൂമൂ ലൈലഹ, ആ രാത്രികളെ, ആ ദിവസത്തിൻ്റെ രാത്രികളെ നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കാരത്തിലായി ഖിയാമിലാക്കി അള്ളാഹുവിന് മുമ്പിൽ വഴിപ്പെടുന്നവരാക്കി മാറ്റണം. വസൂമൂ നഹാറഹ, അതിൻ്റെ പകലിനെ നിങ്ങൾ നോമ്പുകാരാക്കി മാറ്റണം, നോമ്പുള്ളതാക്കണം അതിൻ്റെ പകൽ. അപ്പോൾ നാളത്തെ പകൽ, അതായത് ബറാഅത്ത് ദിവസത്തിൽ പകൽ എന്ത് ചെയ്യണം? നോമ്പനുഷ്ഠിക്കൽ സുന്നത്തായി മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പവിത്രമായി രാത്രി കടന്നു വരുമ്പോൾ നമ്മൾ കുറേ ചിട്ട നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഒന്ന്, പരിശുദ്ധമായ തൗബ ചെയ്യണം. തൗബ ചെയ്ത് എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബിനോട് നമ്മൾ കരഞ്ഞ് തൗബ ചെയ്ത് നമ്മൾ മാപ്പിരക്കേണ്ട ദിവസമാണ്. ഇന്നെല്ലാം മാറ്റിവെച്ചിട്ട്, കാരണം നാളത്തെ രാത്രി ആവട്ടെ തൗബ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കരുത്. മറിച്ച് കാരണം നാളത്തെ രാത്രി അള്ളാഹു പരിഗണിക്കാത്ത ചില ആളുകളെ പറഞ്ഞത്, ഒന്ന് മുശ്രിക്കായ മനുഷ്യൻ, രണ്ട് മുഷാഹിനായ മനുഷ്യൻ. ആര്? മറ്റുള്ളവരോട് പോരും വിദ്വേഷമൊക്കെ വെച്ച് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തൗബ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരോടൊന്ന് പൊരുത്തം ചോദിച്ചിട്ട് അടുത്ത കൊല്ലം ഇനി ആരൊക്കെ ഉണ്ടാവുമെന്നറിയില്ല. എപ്പോഴാണ് നമുക്ക് വിധി, അള്ളാഹു നമ്മുടെ വിധി എപ്പോഴാണ് തീർക്കുന്ന, അതായത് നമ്മുടെ തിരശ്ശീല എപ്പോഴാണ് വീഴുക നമുക്കറിയില്ല, നമ്മുടെ കണക്ക് എപ്പോഴാണ് പൂർത്തിയാകുക എന്നറിയില്ല. അതുകൊണ്ട് പൊരുത്തപ്പെടണേ എന്ന് ചോദിക്കുന്ന ആൾക്കൊരു കുറവും വരില്ല. കൂടുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പദവി ഉയർത്തി തരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പൊരുത്തം ചോദിച്ച് ഒന്ന് തൗബ ചെയ്ത് തയ്യാറായിരിക്കുക. നനച്ചുകൂടി നടത്തി നമ്മുടെ വീടും പരിസരങ്ങളും ഒക്കെ വൃത്തിയാക്കി വെക്കുക. ഇനിയോ ഓതേണ്ട ചില സൂറത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നാളത്തെ വീഡിയോയിൽ നമുക്കത് പറയണം. ആ സൂറത്തുകളുടെ പ്രത്യേകത പറയണം, എന്തിനാണ് ആ സൂറത്ത് ഓതുന്നതെന്ന് പറയണം. ഈ രാത്രിയിൽ നമ്മൾ ചോദിക്കേണ്ട ചില സംഗതികളുണ്ട്. ഒന്ന്, നമുക്ക് റിസ്ക് വിശാലത കിട്ടണം. നമുക്ക് നൽകിയതിലൊക്കെ അള്ളാഹു വിശാലത ചെയ്തു തരണം. രണ്ടാമത്തെ, നമ്മുടെ ആയുസ്സിൽ അള്ളാഹു ബറക്കത്ത് ചെയ്ത് തരണം. മൂന്നാമത്തത്, നമുക്ക് ഹുസ്നുൽ ഖാത്തിമത്ത്, അവസാനം നമ്മുടെ ആക്കിബത്ത് നന്നായി കിട്ടണം, നല്ല ആക്കിബത്തായി കിട്ടണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് യാസീൻ ഓതാനും ദുഹാൻ ഓതാനും ഒക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തൊക്കെയാണ് അത് ഓതേണ്ടത് എന്നും എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എന്നും ഇൻഷാ അല്ലാഹ് ചൊല്ലുമ്പോൾ കിട്ടുന്ന നേട്ടം എന്താണ് എന്നും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ നമുക്ക് നാളത്തെ വീഡിയോയിൽ പറയാം. ഈ പറഞ്ഞ സംഗതികൾ തൗബ ചെയ്ത് നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധമായ ദിവസത്തെ സ്വീകരിക്കാൻ തയ്യാറായ നല്ല ഹൃദയത്തോടുകൂടി നമ്മളതിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അതോടൊപ്പം ഇന്നത്തെ ദിവസം ചൊല്ലാൻ പറ്റിയ ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരട്ടെ. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട തന്നെ ഒരു ഇസ്മ, അള്ളാഹുവിൻ്റെ ഇസ്മുകളുടെ കൂട്ടത്തിൽ സുബ്ഹാൻ എന്നൊരു നാമം കാണാം. സുബ്ഹാൻ, അള്ളാഹു സുബ്ഹാനാണ്. സുബ്ഹാൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. സുബ്ഹാൻ അല്ലാഹ്, ഈ ഒരു ഇസ്മ, ഈ ഒരു ദിക്ർ നിങ്ങൾ അധികമായി ചൊല്ലണം. സുബ്ഹാൻ അല്ലാഹ് നമ്മളെപ്പോഴും ചൊല്ലുന്ന ദിക്റാണ്, എന്നാലും ഇന്നത്തെ ദിവസം നമ്മൾ അധികമായി ചൊല്ലണം, ഒരുപാട് ചൊല്ലണം. ഇൻഷാ അല്ലാഹ് ചൊല്ലൂലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാൻ അല്ലാഹ്, സുബ്ഹാൻ അല്ലാഹ്, സുബ്ഹാൻ അല്ലാഹ് എന്നിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു ദിക്ർ ചൊല്ലുന്നതിന് വലിയ സമയമൊന്നും വേണ്ട. ഇനി അതിനായിട്ട് മെനക്കെട്ട് സമയം എന്ത് ചെയ്യുക, മെനക്കെട്ടിരുന്ന് ചൊല്ലേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ചൊല്ലുന്ന പാചകം ചെയ്യുന്ന കൂട്ടത്തിൽ ചെല്ലാം, നമ്മൾ വീട് വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ചെയ്യാം. അതുപോലെ മറ്റ് നമ്മൾ നടക്കുന്ന കൂട്ടത്തിൽ, ഇരിക്കുന്ന കൂട്ടത്തിൽ, കിടക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യുക, ചൊല്ലാൻ പറ്റുന്നൊരു ദിക്റാണ് സുബ്ഹാനല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ദിക്ർ ഇന്നത്തെ ദിവസം നമ്മൾ നിരന്തരം ഒരുപാട് എണ്ണം ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നാളെ ഓതേണ്ട സൂറത്തുകൾ രാവിലത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാം. അതുപോലെ ഇന്നത്തെ വൈകുന്നേരത്തെ മജ്ലിസിൽ പങ്കെടുക്കണം. അള്ളാഹു ഒരുപാട് ദുആ ചെയ്യാനൊക്കെ നമുക്ക് ഭാഗ്യം നൽകട്ടെ, ഒരുപാട് ദിക്ർ ചൊല്ലാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ മജ്ലിസ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.